ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു തിയറി പേപ്പറാണ്, ഒരു തിയറി സബ്ജക്റ്റാണ്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അടുത്ത പബ്ലിക് എക്സാമിന് ഉറപ്പായും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ടോപ്പിക്, അതായത് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചറിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നമുക്കത് പഠിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO H2O 6 times Cl2. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. സാധാരണ ഒരു സിമ്പിൾ കോമ്പൗണ്ട് അല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് എന്താ പറയുക, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റവും അതിന് ചുറ്റും മറ്റ് ആറ്റങ്ങളും അയോൺസുകളും ഒക്കെ നിൽക്കുന്ന ഒരു വലിയ കോമ്പൗണ്ടാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എപ്പോഴും ഒരു എന്തായിരിക്കും, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ ആറ്റങ്ങൾ, അയോണുകൾ, മോളിക്യൂളുകൾ നിൽക്കുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്ത് കോർഡിനേറ്റ് ബോണ്ടിലൂടെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ആറ്റം, അയോൺസ്, മോളിക്യൂൾസിനെ സാധാരണ ലിഗാൻഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കോർഡിനേഷൻ എൻറ്റിറ്റിക്കകത്തായിരിക്കും എന്ത് നിൽക്കുന്നത്, ഈ ലിഗാൻഡുകളും സെൻട്രൽ മെറ്റൽ ആറ്റവും നിൽക്കുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേഷൻ എൻറ്റിറ്റി നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. അതിന് വെളിയിലുള്ളത് എന്ന് പറഞ്ഞാൽ നോൺ കോംപ്ലക്സ് പാർട്ടാണ്. ഇത് നോൺ കോംപ്ലക്സ് പാർട്ടാണ്. അപ്പം ഈ ഇതിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ലിഗാൻഡുകളുണ്ട്, ഒന്നിലധികം ലിഗാൻഡുകൾ കണ്ടേക്കാം, പിന്നെ വെളിയിൽ അയോൺസ് ഉണ്ടാകാം. ഇങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ലിഗാൻഡുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റമാണ് എപ്പോഴും മെറ്റൽ ആറ്റമാണ് വരുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാകും. പിന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന നോൺ കോംപ്ലക്സ് പാർട്ടും ഉണ്ടാകും ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിൽ. അപ്പം ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ഒരു മോളിക്കുലർ സ്ട്രക്ചർ എഴുതുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം കാറ്റോൺ വരുന്നു, പിന്നെ ആനോൺ വരുന്നു, അതായത് പ്ലസ് അയോണും മൈനസ് അയോണും ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ എപ്പോഴും കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എഴുതുന്ന അവസരത്തിൽ, മോളിക്യൂൾ എഴുതുന്ന അവസരത്തിൽ ആദ്യം കാറ്റോൺ പാർട്ടും പിന്നീട് ആനോൺ പാർട്ടുമാണ് വരേണ്ടത്. ആദ്യം കാറ്റോൺ പാർട്ടും പിന്നീട് ആനോൺ പാർട്ടും. പേരിടുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആദ്യം കാറ്റോൺ പാർട്ടിന്റെ പേര് പറഞ്ഞതിന് ശേഷമേ ആനോൺ പാർട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ നെയിം ചെയ്യുന്നതെന്ന് നോക്കാം. നെയിം ചെയ്യുന്ന അവസരത്തിൽ പ്രത്യേകം ഓർക്കുക, കുറച്ച് ലിഗാൻഡുകളുണ്ട്, ഒന്നിലധികം തരത്തിലുള്ള ലിഗാൻഡുകളുണ്ട്. ഈ ലിഗാൻഡുകളുടെ പേര് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. ലിഗാൻഡുകളുടെ പേര് പഠിക്കണം, പിന്നീട് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ചെയ്യുന്നത് പഠിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ആദ്യം ലിഗാൻഡുകളുടെ പേരിലേക്ക് പോകാം. പലതരത്തിലുള്ള ലിഗാൻഡുകളുണ്ട്. നെഗറ്റീവ് ലിഗാൻഡുകളുണ്ട്, ദാറ്റ് മീൻസ് ആനോണിക് ലിഗാൻഡുകൾ, ന്യൂട്രൽ ലിഗാൻഡുകളുണ്ട്, ചില അവസരത്തിൽ പോസിറ്റീവ് ലിഗാൻഡുകൾ കണ്ടേക്കാം. ഇപ്പം നെഗറ്റീവ് ലിഗാൻഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് Cl- ഒരു നെഗറ്റീവ് ലിഗാൻഡാണ്, Br-, അതുപോലെ തന്നെ ഫ്ലൂറിൻ, അയഡിൻ, ഇവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലിഗാൻഡ്സ് ആണ്. ഇവരുടെയൊക്കെ ചാർജ് എന്ന് വെച്ചാൽ -1 ആണ്. അപ്പം ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ലിഗാൻഡുകളുടെ പേര് ഞാനിവിടെ എഴുതിയിടാം. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ പേര് നമ്മൾ എഴുതുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പോസിറ്റീവ് പാർട്ട്, അതായത് രണ്ട് പാർട്ടുണ്ട്, കാറ്റോണിക് പാർട്ടും ആനോണിക് പാർട്ടും. നമ്മൾ പോസിറ്റീവ് പാർട്ടാണ് ആദ്യം എഴുതേണ്ടത്, പേരെഴുതേണ്ടത്. അതിനുശേഷം ആണ് ആനോണിക് പാർട്ടിൻ്റെ പേരെഴുതേണ്ടത്. അപ്പം നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് പാർട്ടുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഏതാണ് പോസിറ്റീവ് പാർട്ട്, നെഗറ്റീവ് പാർട്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എഴുതി കണ്ടുപിടിക്കണമെങ്കിൽ ലിഗാൻഡുകളുടെ ചാർജ് അറിഞ്ഞിരിക്കണം. ഇതൊന്നും നമുക്ക് കുറച്ച് ന്യൂട്രൽ ലിഗാൻഡുകളുണ്ട്, കുറച്ച് ആനോണിക് ലിഗാൻഡുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടവ ന്യൂട്രൽ ലിഗാൻഡുകളുണ്ട്, അതായത് ചാർജ് ഒന്നും ഇല്ലാത്ത അത്തരത്തിലുള്ള ലിഗാൻഡുകൾ. അക്വ ഉണ്ട്, അമീൻ ഉണ്ട്, കാർബണൈൽ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രോസൈൽ ഉണ്ട്, അതുപോലെ ഈഥൈൻ 1,2 ഡയമീൻ ഉണ്ട്. ഇവയ്ക്കെല്ലാം ചാർജ് 0 ആണ്. അതുപോലെ തന്നെ -1 ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിഡോ, അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻഡുകളുടെ പേര് അവസാനിക്കേണ്ടത് ഓയിലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ ഫ്ലൂറിഡോ, ക്ലോറിഡോ, ബ്രോമിഡോ, ഹൈഡിഡോ, അതേപോലെ തന്നെ സൈനോ, തയോസൈനോ, ഐസോതയോസൈനോ, അതുപോലെ തന്നെ നൈട്രേറ്റോ തന്നെ ആംബിഡൻറ്റേറ്റ്. നൈട്രേറ്റോ എന്ന് പറയുന്ന ആംബിഡൻറ്റേറ്റ് ലിഗാൻഡാണ്. അത് ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നൈട്രേറ്റോ O എന്നും, നൈട്രേറ്റോ N എന്ന് പറയുന്നത് നൈട്രജനിലൂടെ ലിങ്ക് ചെയ്യുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിങ്ക് ചെയ്യുന്നവയാണ്, കോർഡിനേഷൻ ബോണ്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ
തയോസൈനേറ്റോയും ഐസോതയോസൈനേറ്റോയും ഇതുപോലെ ആംബിഡന്റ് ലിഗാൻഡാണ്. ഇവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, -1 ആണ് അതിൻ്റെയൊക്കെ ചാർജ്. മൈനസ് ആയതുകൊണ്ട് ഓയിലാണ് അവയുടെ പേര് അവസാനിക്കേണ്ടത്. അതുപോലെ തന്നെ -2 2 നെഗറ്റീവ് ചാർജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫേറ്റോ ഉണ്ട്, കാർബണേറ്റോ ഉണ്ട്, ഓക്സലേറ്റോ, കാർബണേറ്റോ, സൾഫേറ്റോ എന്നിവയൊക്കെ എന്ന് പറഞ്ഞാൽ -2 ചാർജാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ പേരിടുന്ന അവസരത്തിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുകയാണ് ഈ പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് പേരിടുന്നതിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഒരു ഘടകം. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇവയുടെ പേര് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്ന് നോക്കാം. ആദ്യം പേര് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ ആദ്യം ശ്രമിക്കാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അമീൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് 0 ആണ്. അതുകൊണ്ട് 2 അമീൻ ഉണ്ട്, അതുകൊണ്ട് ഒരു 0 മാത്രം. അതേസമയം ക്ലോറൈഡിൻ്റെ ഈ ക്ലോറിഡോ എന്ന് പറയുന്ന ലിഗാൻഡിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1 ആണ്. 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് -2. ഇവിടെ നോൺ കോംപ്ലക്സ് പാർട്ടിൽ നിൽക്കുന്ന ക്ലോറൈഡിന്റെ ചാർജ്, ഒരു ക്ലോറിന്റെ ചാർജ് -1 ആണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട്, -2. അപ്പോൾ ആകെ ടോട്ടൽ ഇതുവരെ 3 കൂടെ കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് -4 ആണ് കിട്ടുന്നത്. -4 ആണെങ്കിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് നേരെ ഓപ്പോസിറ്റ് സിമ്പിൾ എടുത്താൽ മതി. -4 ആകുമ്പോൾ ഇവിടെ +4 ആണ് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ. എന്താണ്? +4 ആണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി നമുക്ക് പേരിടാം. പേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയേണ്ടത് പോസിറ്റീവ് പാർട്ടാണ് പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? പോസിറ്റീവ് പാർട്ട്. അപ്പോൾ പോസിറ്റീവ്, അതായത് കാറ്റോണിക് പാർട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാറ്റോണിക് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നോക്കൂ, ആനോൺ -2 ആണ്. ഇത് മൊത്തത്തിൽ കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും +2 കിട്ടുന്നു. അതുകൊണ്ട് ഇത് പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞതാണ്. പോസിറ്റീവ് പാർട്ടാണ് ആദ്യം പറയേണ്ടത്. പോസിറ്റീവ് പാർട്ടിന് ആദ്യം ഇപ്പോൾ കോംപ്ലക്സ് സ്പീഷീസ് ആയതുകൊണ്ട് അതിന്റെ ലിഗാൻഡുകളുടെ പേരാണ് പറയേണ്ടത്. ലിഗാൻഡുകളുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ് പറയേണ്ടത്. ലിഗാൻഡുകളുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എണ്ണം പറയണം. പറയണം. ഇപ്പം 2 തരം ലിഗാൻഡുകളുണ്ട്. ക്ലോറിഡോയും ഉണ്ട്, അമീനും ഉണ്ട്. ക്ലോറിഡോയും അമീൻ. അപ്പോൾ നമ്മൾ ആദ്യം ഏത് പറയും? ആൽഫബറ്റിക്കൽ ഓർഡറിൽ അമീനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അമീൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്ലോറിഡോയും അമീനുമായിട്ട് എടുക്കുന്ന അവസരത്തിൽ ആൽഫബറ്റിക്കൽ ഓർഡർ അമീനാണ് പറയേണ്ടത്. അതുകൊണ്ട് ഡൈ അമീൻ. പിന്നെന്താണ്? 2 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ ഡൈക്ലോറിഡോ. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് പോകണം. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ആണ്. അപ്പോൾ നമുക്ക് ക്ലോറിഡോ, പ്ലാറ്റിനം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് റോമൻ ന്യൂമറിൽ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇവിടെ 4 ആണ് ഓക്സിഡേഷൻ നമ്പർ, അതുകൊണ്ട് 4. പിന്നെ എന്താണ്? അത്രയായപ്പോഴത്തേക്ക് കോംപ്ലക്സ് സ്പീഷീസ് കഴിഞ്ഞു. ഇനി അതിന് വെളിയിലുള്ളത് ഇത് ലിഗാൻഡ് അല്ല, അതുകൊണ്ട് ക്ലോറൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ക്ലോറൈഡ്. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? 2 ലിഗാൻഡ് ഉണ്ട്, അതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡർ എടുക്കുന്നു. അമീനാണ് ക്ലോറിഡോയെക്കാട്ടിലും ആദ്യം എഴുതേണ്ടത്, അതുകൊണ്ട് ഡൈ അമീൻ, ഡൈക്ലോറിഡോ, പ്ലാറ്റിനം 4 എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ നമ്പർ ക്ലോറൈഡ്. അപ്പം പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ പേര് എഴുതുന്ന അവസരത്തിൽ റൂളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോസിറ്റീവ് പാർട്ട് ഉണ്ടെങ്കിൽ ആദ്യം എഴുതണം. അത് കഴിഞ്ഞാൽ പിന്നെ ലിഗാൻഡുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് സ്പീഷീസ് ആണെങ്കിൽ ആദ്യം ലിഗാൻഡിലാണ് പോകേണ്ടത്. പോസിറ്റീവ് പാർട്ടിന് അതല്ല, ഈ കോംപ്ലക്സ് സ്പീഷീസിന് വെളിയിലാണ് പോസിറ്റീവ് പാർട്ട് വരുന്നത്. ആനോണിക് പാർട്ട് കോംപ്ലക്സ് സ്പീഷീസ് ആണെങ്കിൽ ആദ്യം എഴുതേണ്ടത് ഏതാണ്? പോസിറ്റീവ് പാർട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലിഗാൻഡുകൾ എഴുതണം. ലിഗാൻഡുകൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ആൽഫബറ്റിക്കൽ ഓർഡർ എണ്ണം പറഞ്ഞാണ് എഴുതേണ്ടത്. എഴുതിയതിനു ശേഷം പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിലാണ് എഴുതേണ്ടത്. അതിനുശേഷം വെളിയിൽ എന്തെങ്കിലും അയോണുകൾ ഉണ്ടെങ്കിൽ, ആനോണിക് പാർട്ട് കോംപ്ലക്സ് സ്പീഷീസിന് വെളിയിലുണ്ടെങ്കിൽ അത് എഴുതണം. അങ്ങനെയാണ് ഇതിന്റെ പേര് പൂർണ്ണതയിലെത്തുന്നത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോണിക് പാർട്ടായിപ്പോയി. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് പാർട്ട്. അതുകൊണ്ടൊരു വെളിയിലൊരു പോസിറ്റീവ് പാർട്ടുണ്ട്, അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? സോഡിയത്തിന്റെ എണ്ണം ഇവിടെ പറയേണ്ട കാര്യമില്ല, സോഡിയം എന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? ലിഗാൻഡിലേക്ക് പോകണം. എത്ര ലിഗാൻഡ് ഉണ്ട്? ഒരു ലിഗാൻഡേ ഉള്ളൂ, ഫ്ലൂറിഡോ മാത്രമേ ഉള്ളൂ. അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഫ്ലൂറിഡോ, ഹെക്സാ. ഇതെല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഇവിടെ എല്ലാം സ്മോൾ ലെറ്ററാണ്. സോഡിയം, ഹെക്സാ, ഫ്ലൂറിഡോ. അപ്പൊ നെഗറ്റീവ് ലിഗാൻഡുകളുടെ തന്നെ പേര് ഓയിലാണ് അവസാനിക്കേണ്ടത്, അതാണ് ഫ്ലൂറിഡോ. പിന്നെ എന്താണ്? ക്രോമിയം. പക്ഷെ ക്രോമിയം എന്നല്ല ഇവിടെ പറയേണ്ടത്, ക്രോമേറ്റ്. 8ൽ അവസാനിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് സ്പീഷീസ് നെഗറ്റീവ് പാർട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവയുടെ പേര് അവസാനിക്കേണ്ടത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് അവസാനിക്കേണ്ടത് ഏറ്റിലായിരിക്കണം. ഏറ്റിലായിരിക്കണം അവസാനിക്കേണ്ടത്. അപ്പോൾ ക്രോമേറ്റ്. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജാണ്. അതാ നമുക്ക് ഇവിടെ നമ്മൾ ലിസ്റ്റ് തന്നതിനകത്ത് ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജാണുള്ളത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 6 മൈനസ് ചാർജ്. സോഡിയത്തിന് നമുക്കറിയാം, സോഡിയം പൊട്ടാസ്യത്തിനൊക്കെ പ്ലസ് ചാർജ് ആണുള്ളത്. അപ്പോൾ ഒരു സോഡിയത്തിന് ഒരു പ്ലസ് ചാർജ് ആണ്. 3 സോഡിയം ഉണ്ട്, 3 പോസിറ്റീവ് ചാർജ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന അവസരത്തിൽ +3 - 6, അപ്പം -3 ആണ്. -3യുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ +3. അപ്പോൾ എന്താണ്? ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +3 ആണ്. എത്രയാണ്? 3. അത് റോമൻ ന്യൂമറൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇതിന് ശേഷം അയോൺസ് ഒന്നുമില്ല. അപ്പോൾ റോമൻ ന്യൂമറൽ ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? സോഡിയം ഹെക്സാഫ്ലൂറിഡോ ക്രോമേറ്റ് 3. സോഡിയം ഹെക്സാഫ്ലൂറിഡോ ക്രോമേറ്റ് 3. ഇനി അപ്പം ഞാൻ ഒന്നുകൂടി പിന്നെ ഇതിൻ്റെ റൂൾ പറയാണ്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് പാർട്ടാണ് ആദ്യം എഴുതേണ്ടത്. കോർഡിനേഷൻ കോംപ്ലക്സ്, അതായത് കോംപ്ലക്സ് സ്പീഷീസിന് വെളിയിലാണ് പോസിറ്റീവ് പാർട്ടെങ്കിൽ, കോംപ്ലക്സ് സ്പീഷീസ് ആനോണാണെങ്കിൽ അതാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് എഴുതിയതിന് ശേഷം പിന്നെ എന്തിലേക്ക് പോകണം? ലിഗാൻഡിലേക്ക് പോകണം. ലിഗാൻഡ് ഒന്നിലധികം ഉണ്ടെങ്കിൽ എണ്ണം പറഞ്ഞ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അതിനുശേഷം എന്തെഴുതണം? സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതണം. സെൻട്രൽ മെറ്റൽ ആറ്റം ആനോണിക് പാർട്ട് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് അവസാനിക്കേണ്ടത് ഏറ്റിലാണ് അവസാനിക്കേണ്ടത്. ഇവിടെ ക്രോമിയം ആയിരുന്നു, ക്രോമേറ്റ്. ഫെറസ് ആണെങ്കിൽ ഫെറൈറ്റ്, അങ്ങനെയൊക്കെ വരും. ഏറ്റിൽ അവസാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽ ബ്രാക്കറ്റ് എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ പേര് എഴുതേണ്ടത്. നമുക്ക് അവസാനത്തെ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ നോക്കൂ, പൊട്ടാസ്യം എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് പാർട്ടുണ്ട്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് പാർട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് C2O4 എന്ന് പറയുന്ന ഓക്സലേറ്റോ ആണ്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ -2 ആണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, -2 ആണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വരാം. എങ്ങനെ എഴുതാം? പൊട്ടാസ്യം പിന്നെ എന്താണ്? ഓക്സലേറ്റോ എത്രിൻ ഡയമീൻ ഇവയുടെയൊക്കെ പേര് അവസാനിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇവയുടെയൊക്കെ പേര് എണ്ണം പറയുന്നതെന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടെങ്കിൽ ബിസ്, ട്രിസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ഓക്സലേറ്റോ ഉണ്ട്, അതുകൊണ്ട് ട്രിസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രിസ് ഓക്സലേറ്റോ പൊട്ടാസ്യം, ട്രിസ് ഓക്സലേറ്റോ, ക്രോമിയം. പക്ഷെ ക്രോമിയം എന്ന് പറയുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പാർട്ടിലാണ് വരുന്നത്, അതുകൊണ്ട് ക്രോമേറ്റിലാണ് അവസാനിക്കുന്നത്. എന്താണ്? ക്രോമേറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. പൊട്ടാസ്യത്തിന് അറിയാം ഒരു പോസിറ്റീവ് ചാർജാണ്, അങ്ങനെ 3 എണ്ണം ഉണ്ട്, 3 പോസിറ്റീവ് ചാർജ്. ഒരു ഓക്സിഡേറ്റോയ്ക്ക് 2 മൈനസ് ചാർജാണ്, അങ്ങനെ 3 ഓക്സിഡേറ്റോ ആകുമ്പോഴത്തേക്ക് 6 മൈനസ് ചാർജ് ഉണ്ട്. തമ്മിൽ കൂട്ടുമ്പോൾ -3 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചാർജ്, ക്രോമിയത്തിൻ്റെ ചാർജ് +3 ആണ്. ഇത് എൻറ്റയർ ഈ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ കൂട്ടുന്ന അവസരത്തിൽ എന്താ വരേണ്ടത്? 0 ആണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് അറൈവ് ചെയ്ത് വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ 3, റോമൻ ന്യൂമറൽ നമ്മൾ 3 കിട്ടും. അപ്പോൾ വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടെ റൂൾ പറയാം. എന്താണ്? പോസിറ്റീവ് പാർട്ട് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം പിന്നെ ലിഗാൻഡ്, അതായത് കോംപ്ലക്സ് സ്പീഷീസ് വരികയാണെങ്കിൽ കോംപ്ലക്സ് സ്പീഷീസിനകത്ത് ലിഗാൻഡുകൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ ലിഗാൻഡുകളുടെ പേര് എണ്ണം പറഞ്ഞ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അതിനുശേഷം സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് എഴുതണം. സെൻട്രൽ മെറ്റൽ ആറ്റം നിൽക്കുന്ന കോംപ്ലക്സ് സ്പീഷീസ് നെഗറ്റീവ് പാർട്ട് ആണെങ്കിൽ പേര് അവസാനിക്കേണ്ടത് ഏറ്റിൽ അവസാനിക്കണം. അതിനുശേഷം ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത് റോമൻ ന്യൂമറിലായിരിക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറിൽ എഴുതിയതിനു ശേഷം പിന്നീട് വെളിയിൽ പാർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ലിഗാൻഡുകളല്ലാത്ത കോംപ്ലക്സ് സ്പീഷീസിന് വെളിയിലുള്ളത് ആ രീതിയിൽ എഴുതണം. ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ ടോപ്പിക്, നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, നോമെൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ.